അല്ല പിന്നെ അവർ പറയുന്നത് അവരുടെ അത്രേ ഉള്ളൂ. അല്ല ഞാൻ പരാതിപ്പെട്ടിട്ടേ ഇല്ലല്ലോ. ഇതിന് ശേഷം രാത്രി മകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണല്ലോ ഞാൻ അവർ ചില ഓഡിയോകൾ പുറത്തു വിടുന്നുണ്ട്. അതായത് നിങ്ങളെ 3 പേരെയും ഞങ്ങൾ തൊലയ്ക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ഭീഷണി ദിയയുടേത് എന്ന് പറയുന്ന ഒരു ശബ്ദം പുറത്തു വിട്ടിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? പിന്നെ ശരി തന്നെയല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ പണം പോകുന്ന ആളുടെ വിഷമം വരും. പണം പോകുമ്പോൾ നമ്മൾ വിളിച്ച് സ്നേഹിക്കുകയും ഉമ്മയ്ക്കൊന്നുമില്ല ചെയ്യുന്നത്. ഇതൊക്കെ ഏറ്റവും മിനിമം അല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് പൈസ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10,000 രൂപ തട്ടിക്കൊണ്ടുപോയി നമുക്ക് നിശ്ചയമുണ്ട് ഇന്ന ആളെ തട്ടിക്കൊണ്ടുപോയി നമ്മൾ വിടുവോ? സംസാരം വളരെ മാന്യമായിരിക്കും. ആർക്കും ആരെയും ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. ആർക്കും അല്ല. എൻ്റെ സ്വാഭാവികം എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പണം പോയാൽ ഞാൻ ആരോടാ ചോദിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിക്കൂ. ഞാൻ ചോദിക്കേണ്ട എൻ്റെ സ്റ്റാഫിനോട് ചോദിക്കുന്നത്. ഇതൊന്നും ഞാനെന്നല്ല, ആരാണെങ്കിലും ചോദിച്ചു പോകും. പിന്നെ ഞാനവരുടെ ഫോൺ കോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്തോളം പറയൂ. കാരണം ഇതിനു മുമ്പ് ഇവിടെ പല രാഷ്ട്രീയക്കാരുടെ ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, MLA-മാരുടെയൊക്കെ. ഇതൊക്കെ ഒരു രസമാണ്. അതിലെല്ലാം തോറ്റു കഴിയുമ്പോൾ പിടിക്കപ്പെടുമ്പോൾ ലാസ്റ്റ് റിസോർട്ടാണ് ജാതിക്കാരുടെ അടുത്തത്. ഇനിയിപ്പോൾ നേരെ പോവുകയാണ്, ലോയർ വരും, അവരോട് സംസാരിച്ചിട്ട് കൊടുത്തല്ലോ. ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് പോസിറ്റീവ് റിപ്ലൈ ആയിരുന്നോ? ഓഫീസിൽ നിന്ന് പോസിറ്റീവ് റിപ്ലൈ ആയിരുന്നു. വളരെ പോസിറ്റീവ്, നമുക്ക് വളരെ ആശ്വാസകരവുമായ. കാരണം ഈ കോമൺ സെൻസ് ഉള്ളവരാണ് ഭരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, അവരൊന്നും വെറുതെ അല്ല ആ സ്ഥാനത്തെത്തുന്നത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കൗണ്ടർ കേസാണ്. മാത്രവുമല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന തെളിവുകൾ മുഴുവൻ കാണുമ്പോൾ ഒരു സെക്കൻഡ് മതിയല്ലോ. ഇതുവരെ നടക്കാത്തൊരു കാര്യം ആലോചിക്കുക. ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷിച്ചാൽ ഈ കേസ് അവിടെ തീരും. മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞനുസരിച്ച് 15 ലക്ഷം രൂപ മാസം ഘട്ടങ്ങളായിട്ട് അവർ 15 ലക്ഷം അല്ലല്ല, മൊത്തത്തിൽ 15 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ഓൾറെഡി അവർ ക്യാഷ് ആയിട്ട് തന്നു എന്ന് പറയുന്നു. അപ്പോൾ 23 ലക്ഷം 8,83,000 രൂപ. 23 ലക്ഷം രൂപ ടോട്ടൽ വരും. അപ്പോൾ ബാക്കി തുക നിങ്ങൾ വേണ്ടെന്ന് വെച്ചോ? അല്ല അവന് ഇനി അതില്ല. ഇത് അന്നത്തെ കോംപ്രമൈസ് ഫോർമുലയിൽ അന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതല്ലല്ലോ. അവർക്ക് വേണ്ടി ചെയ്ത ഒരു ഫേവർ ആയിരുന്നോ? സ്വാഭാവികമായിട്ടും ഇവരല്ല ഇവരുടെ പിന്നിൽ ആരോ ഉണ്ട്. കാരണം ഇവർ പൈസ പലരുടെ ഇനിയിപ്പോൾ അതാ പറഞ്ഞ പോലീസ് അന്വേഷിച്ചാൽ കാണാം ഇവരുടെ പൈസ ആരുടെ അക്കൗണ്ടിലോട്ട് പോയിരിക്കുന്നു. കാരണം ഈ കൃത്യമായ ലോബിയാണ് ഇതിൽ കളിക്കുന്നതെന്നാണോ? ഇതൊന്നും നമ്മൾ കാണാത്ത കാര്യം പറയാൻ പറ്റില്ല. കാരണം ഈ കുട്ടികൾ സാധാരണ വീട്ടിലെ കുട്ടികളാണ്. ഇവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ പിന്നിൽ അല്ലെ തന്നെ ഇപ്പോൾ ആലോചിക്കുക, ഈ സ്റ്റേഷനിലോട്ട് കുട്ടികളെ കൊണ്ടുവന്നതൊക്കെ ആരോ 2 പേര് അവർ പറഞ്ഞു കൊടുക്കുന്ന കുട്ടി പ്രകാരം ഈ കുട്ടി സംസാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവരെ ഞങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഇന്നലെ ഇതിലൊരു പെൺകുട്ടി പറഞ്ഞത് ഇവർ അവിടെ നിന്ന് മടങ്ങാൻ നേരം ഇത് പുറത്ത് പറഞ്ഞാൽ ഞാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അടുത്ത ആളാണ്, എനിക്ക് നിങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അറിയാമെന്നടക്കമുള്ള തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും BJPയുടെ അടക്കമുള്ള സ്വാധീനവും ഉപയോഗിച്ച് ഇതിനെ നേരിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് അവർ പറഞ്ഞത്. അല്ല അങ്ങനെയാണെങ്കിൽ ഇത്രയും തെളിവുകൾ ഓരോന്നും കൊണ്ടുവരുന്നില്ലേ? ഇതിൻ്റെ തെളിവ് എവിടെയും ചോദിക്കൂ. ആരോപണം ആർക്കുമാണ് ഉന്നയിക്കാം. നിങ്ങൾ പത്രമാധ്യമത്തിലുള്ള ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ ദൂരദർശനിൽ ഇതുപോലെ റിപ്പോർട്ടറും ന്യൂസ് റീഡറുമായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അന്ന് തൊട്ടേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്യാമറയുടെ മുമ്പിൽ പലതും പറയാം. അത് ചിലപ്പോൾ നമ്മളെ ഒന്ന് ചെളിവാരി എറിയാനും മറ്റുമൊക്കെ ആയിട്ട്. പക്ഷേ കോടതിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത്തരം ആരോപണങ്ങളുമായിട്ട് ഒന്നും നടക്കത്തില്ല. ശാസ്ത്രീയമായ തെളിവുകളില്ലെങ്കിൽ അവിടെ കേസ് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി നമുക്ക് നല്ല ലോയേഴ്സ് ഉണ്ട്, നമ്മൾ മുന്നോട്ട് പോകുന്നു. ലീഗലായിട്ട് അവരെന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യുക. 69 ലക്ഷത്തിൽ കൂടുതൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഓഡിറ്റ് മുഴുവൻ പരിശോധിച്ചു? അല്ല, അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ക്യാഷ് പോയിരിക്കുന്നു, സ്റ്റോക്ക് പോയിരിക്കുന്നു. ഇതിനൊന്നും പ്രത്യേകിച്ച് നമ്മുടെ തെളിവില്ല ഇവരെടുത്തിരിക്കുന്നതായിട്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു ആരോപണം ഉന്നയിക്കാൻ ജീവിതത്തിൽ താല്പര്യമില്ലാത്തൊരു കുടുംബമാണ്. അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളിൽ പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. കാരണം നമുക്കിപ്പോൾ സ്ക്രീൻഷോട്ടുകൾ ആൾക്കാർ അയച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത്ര സാധനം വാങ്ങിച്ചു, ഇന്നതിലോട്ടാണ് പൈസ കൊടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ മോളൊരു ഇട്ടിട്ടുണ്ട്, മ്യൂസിയം സ്റ്റേഷനിലേക്ക് നിങ്ങൾ പരാതിപ്പെടുക, നിങ്ങളുടെ പൈസ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര കേസ് വന്നെന്ന് മാത്രം നിങ്ങൾ നോക്കിക്കോളൂ. ഞാനീ പറയുന്ന എല്ലാം പൊതു മാധ്യമങ്ങളിൽ തന്നെ സാധനം കിടക്കുന്നത്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ സാധനങ്ങൾ കിടക്കുകയാണ്. മോൾ അയച്ചിരിക്കുന്ന രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടിരിക്കുക. എന്നിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ കേസ് ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഇത്ര രൂപയാണ് പോയിരിക്കുന്നത്, ഇതിനെതിരെ നടപടി അവരെടുക്കട്ടെ. ഈ സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് വാങ്ങിയല്ലോ, അത് പോലീസിൽ സമർപ്പിച്ചോ? അവർ ഇത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒപ്പിട്ട്? ഞങ്ങൾ ഇതൊന്നും പോലീസിലോ ഒന്നും കൊടുത്തിട്ടില്ല. അവർ നമുക്ക് തന്നിരിക്കുന്ന സംഭവം. ഇനിയിപ്പോൾ ഇതെല്ലാം സ്റ്റേഷനിൽ ഹാജരാക്കും നമ്മൾ. ഈ ഇന്നലെ വാർത്തയായതിനു ശേഷം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടലുണ്ടായി? ബാങ്കിങ് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ CCTVയുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലും ഉണ്ടായില്ല. അപ്പോൾ പോലീസ് ഇതുവരെ എന്താണ് ചെയ്തത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്? നമുക്കെതിരെ ഇത് ഈ നിയമ നടപടികൾ ആരംഭിക്കും. നമ്മുടെ കൊടുത്ത പരാതിയിന്മേലും നമ്മൾക്കെതിരായ പരാതിയിലും പോലീസിന്റെ എന്ത് ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്? എനിക്ക് കാണാൻ കഴിയുന്നു, കണ്ണുകൊണ്ട് കാണാൻ കഴിയും.